മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും ഡീപ് ഫ്രൈ ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇത് കറി വെക്കും. കറി വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മസാല എല്ലാം കൂടെ പിടിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരിക്കുമേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കിലോ ചിക്കൻ, ഇതൊരു 3 വലിയ സവോള, ഒരു നല്ലൊരു പീസ് ഇഞ്ചി ചതച്ചത്, ഒരു 7-8 വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക്. ഇതെല്ലാം വഴറ്റാനുള്ളതാണ്. ഇത് ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾ. ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ പൊടികളൊന്ന് വറുത്തെടുക്കണേ. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണം. അതിനായിട്ടാണ് നമ്മൾ ഇത് വറുക്കുന്നത്. ഒരു 2 മിനിറ്റ് വറുത്താൽ മതി, കൂടുതൽ സമയമൊന്നും വറുക്കണ്ട. ഈ പൊടി ഒന്ന് ചൂടാകണം, അതാണ് അതിൻ്റെ കണക്ക്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളത് നിർത്തും. ചെറുതായിട്ട് ആവി വരുന്ന കണ്ടോ? അപ്പോൾ ഈ പൊടി ചൂടായെന്നാണ് അതിൻ്റെ അർത്ഥം. അന്നേരം നമ്മൾ സിമ്മിലിട്ട് വേണം എപ്പോഴും പൊടികൾ ചൂടാക്കാനേ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ വേറൊരു ടേസ്റ്റായി പോകും കേട്ടോ. അത് കാരണം ഇത് സൂക്ഷിക്കണം. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റാം. ഇതുപോലൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വരെ ഒഴിക്കുക. ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണേ. ഇതൊരു 1 മിനിറ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഈ പച്ചമുളകും സവോളയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടുവേ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോള ഒരുമാതിരി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടൊമാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കിടന്ന് വഴന്ന് വരണം. അതിനകത്ത് ഇതിൻ്റെ ആ ഒരു തക്കാളിയുടെ തന്നെ ഒരു പച്ചച്ചൊവയൊക്കെ ഉണ്ട്, അതൊക്കെ ശരിക്കും മാറണേ. ഈ വഴറ്റുന്നതിനകത്തൊക്കെ നല്ല കാര്യമുണ്ട് കേട്ടോ. നമ്മളൊന്ന് സമയമെടുത്ത് വഴറ്റിയൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റേതായ നല്ല ടേസ്റ്റ് വരും. പെട്ടെന്ന് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ അത്രയും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ലേ. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ വഴറ്റണം. തക്കാളിയൊക്കെ നല്ലപോലെ ഇതിനകത്ത് കിടന്ന് വഴന്ന് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ പൊടികളില്ലേ, അതങ്ങോട്ട് ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇതൊരു 2-3 മിനിറ്റ് നമ്മൾ ഇങ്ങനെ വഴറ്റിയെടുക്കണം. നേരത്തെ നമ്മൾ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് വഴറ്റി സമയം കളയേണ്ട കാര്യമില്ല. എന്നാലും ഈ എണ്ണയ്ക്കകത്തൊരു 2-3 മിനിറ്റ് കിടന്നിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോഴത്തേന് ആ പച്ചക്കുത്തെല്ലാം മാറി അരപ്പൊക്കെ നല്ല റെഡി ആയിട്ട് വരും. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയേക്കണേ. സ്വല്പം കൂടി ഉപ്പിട്ട് കൊടുത്തേക്കാം. കാരണം ഈ ചിക്കനിലൊക്കെ പിടിച്ചു വരുമ്പോഴേ ഉപ്പിന് ഇച്ചിരി കുറവ് വരും. ഇപ്പം നമ്മൾ ഗ്രേവിയുടെ നോക്കിയാലും സ്വല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കുവാണെങ്കിൽ ആ ചിക്കനെ പിടിച്ചു വരുമ്പോഴേ കറക്റ്റ് ആയിരിക്കും. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാവേ. ചിക്കനൊക്കെ എപ്പോഴും എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ആ ഇടാൻ നേരം ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് വേണം അതിനകത്ത് ഇടാനേ. ഇത് ഇച്ചിരി നെയ്യ് ചേർന്ന ഒരു ചിക്കനാണ്. നെയ്യുള്ള ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബീഫിനാണേലും ചിക്കനാണേലും ഇച്ചിരി നെയ്മയുള്ള ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചിലർക്ക് ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് നമുക്ക് മാറ്റാം. ഇനി നന്നായിട്ട് ഈ മസാല എല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് എടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല വരണേ. ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ വെള്ളം ഒഴിച്ചില്ലേ തന്നെ ഒരു സ്വല്പം വെള്ളമൊക്കെ ഇറങ്ങി വരും. അത് കംപ്ലീറ്റ് നമ്മൾ വറ്റിച്ചെടുക്കണം. എന്നിട്ട് വേണം പിന്നെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലായിടും മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചങ്ങ് വേവിക്കണം. ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം ഈ ചിക്കനിലുള്ള വെള്ളം കുറച്ച് ഇറങ്ങുമേ. ഇവിടെ ചിക്കൻ നമ്മൾ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഇത് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങളെ എങ്ങനെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്നും ഇളക്കിയിട്ട് കൊടുക്കുമായിരുന്നു. ഈ ചിക്കനിൽ നിന്ന് തന്നെ വന്ന വെള്ളമായിരുന്നു. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല.
ഇപ്പം കണ്ടോ, ഇതെല്ലാം നന്നായിട്ട് ആ ഒരു അരപ്പും എല്ലാം കുഴഞ്ഞിരിക്കും. ഈ ഒരു പരുവത്തിലാണ് വേണം നമ്മൾ ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ടാണ് ഇതിനി ഫ്രൈ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഈ രീതി വേണേലും നമുക്ക് കഴിക്കാം. നല്ല കപ്പയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ ഇതുപോലെ ഈ ഗ്രേവിയിൽ നമുക്ക് ഈ ചിക്കൻ കറി കഴിക്കാവുന്നതേ ഉള്ളേ. പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് കാണിക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ കറി വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇനി നമുക്കത് ഫ്രൈയിലോട്ട് എടുക്കാവേ. ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ചിക്കൻ ഇതിനകത്ത് ഇടുന്ന ഫ്രൈ ആക്കണമല്ലോ. അപ്പോൾ ഒരു സ്വല്പം എണ്ണ വേണേ. ഇനി ഇതിലേക്ക് ഈ ഗ്രേവി ഉൾപ്പെടെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഗ്രേവിയും കൂടെ വേണം, കാരണം ഇതിൻ്റെ ആ അരപ്പെല്ലാം കൂടെ പെരണ്ട് ആ ഒരു നല്ല ടേസ്റ്റോടെ വരും അന്നേരം. അല്ലാതെ ചിക്കൻ മാത്രമല്ല ഇട്ട് കൊടുക്കേണ്ടത്. ആ ഗ്രേവിയൊക്കെ നല്ല കുഴഞ്ഞിരിക്കുക. അപ്പോൾ അത് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ആ ഗ്രേവിയോട് കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. ഇവിടെ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഇങ്ങനെ കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട്. എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഗ്രേവി ഇതുപോലെ നമ്മൾ കുറച്ച് കൊടുക്കണം. നമ്മൾ ഇത് വെള്ളം ഒഴിച്ചിട്ടുള്ള ഗ്രേവി അല്ല കേട്ടോ. ഇത് ആ ചിക്കനിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളവും പിന്നെ നമ്മുടെ മസാലക്കൂട്ടും എല്ലാം കൂടെ ചേരുന്നത്. ഇത് ഒരു സൈഡ് ഇങ്ങനെ കിടന്ന് ഈ എണ്ണയിൽ കിടന്ന് വേവും. വെന്ത് കഴിഞ്ഞ് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണേ. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഈ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ അകത്ത് കിടന്ന് മൊരിയുമ്പോഴുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ്. ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ ആ വെള്ളം, ഈ ഗ്രേവിയുടെ ആ വെള്ളം ഒരു സ്വല്പം പറ്റുമല്ലോ, പറ്റുമ്പോൾ വേണം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ. അങ്ങനെ ഈ എണ്ണയ്ക്കകത്ത് ഇത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര ഡീപ് ഫ്രൈ ആകുമ്പം കിട്ടുന്ന അതുപോലല്ല എടുക്കേണ്ടത് കേട്ടോ. ഇത് സെമി ഫ്രൈ. ഇതിങ്ങനെ കിടന്ന് ഒരു സൈഡൊന്ന് മൂത്ത് വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അന്നേരം തന്നെ ഈ ഒരു ചാറെല്ലാം അങ്ങ് വറ്റി ഈ ചിക്കനകത്ത് ഇതെല്ലാം അങ്ങ് പിടിക്കും. നമ്മൾ ഒരു സൈഡ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയേ. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഇച്ചിരി നെയ്യൊക്കെ ഉള്ള ചിക്കനാണ്, അതുകൊണ്ടാണ് ആ ഒരു നെയ്യാണ് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. നെയ്യുള്ള ചിക്കനാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഈ സൈഡും കൂടെ ഒരു 2-3 മിനിറ്റ് ഇതിനകത്ത് കിടന്നൊന്ന് മൂത്ത് വരണേ. ഞാനിപ്പോൾ ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയേ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ എണ്ണയാണ് ഈ തെളിഞ്ഞു വരുന്നത്. വെള്ളമെല്ലാം വറ്റി ഈ അരപ്പെല്ലാം ഈ ചിക്കനിൽ പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് അരപ്പ് പൊതിഞ്ഞ് ഇതിനകത്തിരിക്കും. ചോറിൻ്റെ കൂടാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല പുളിശ്ശേരി, രസം, ക്യാബേജ് തോരൻ, സാലഡ് അങ്ങനെയൊക്കെ കഴിക്കാമെങ്കിൽ ഭയങ്കര നല്ല ടേസ്റ്റോട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റും. ചപ്പാത്തി, പൊറോട്ട, റുമാലി റൊട്ടി അങ്ങനെയുള്ള ആ ഒരു ബ്രെഡ് ഐറ്റംസ് ഉണ്ടല്ലോ, പത്തിരി, അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ പോകുന്ന നല്ലൊരു ഫ്രൈ ഐറ്റമാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് 2 സൈഡും മുരിഞ്ഞ് ഇങ്ങനെ വരുന്നതല്ലേ, നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് എൻ്റെ ഇങ്ങനത്തെ ഡിഷസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.